ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 10th ലെവൽ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 10th ലെവൽ എന്ന് മാത്രമല്ല PSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏതൊരു പരീക്ഷയുടെ സിലബസ് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങിയാലും കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഒരിത്തിരി പാടായിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് അല്ലേ. അതിനകത്തെ തന്നെ കുറച്ച് കൺസെപ്ച്വലായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്ന ഭാഗങ്ങൾ എപ്പോഴും നമുക്കൊരു ചെറിയ കൺഫ്യൂഷനാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലാതെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ അത്തരത്തിലുള്ളൊരു ടോപ്പിക്കായിട്ടുള്ള ആവർത്തന പട്ടികയിലെ ക്രമാവർത്തന പ്രവണതകൾ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓഫ് എലമെൻറ്റ്സ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ്, അതേസമയം തന്നെ നമുക്ക് രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ആറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എലമെൻറ്റുകളെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, എലമെൻറ്റുകളൊക്കെ തന്നെയും ആറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ കണിക കൊണ്ട് നിർമ്മിതമാണ് അല്ലേ. അത് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം നമ്മൾ 8ലോ 7ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ്. അത് ഈ പറയുന്ന നമ്മൾ ഇന്ന് പഠിക്കുന്ന പലതരത്തിലുള്ള സംയുക്തങ്ങളും അതേപോലെ മൂലകങ്ങളും ഇവയൊക്കെ ആറ്റം എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം കൊണ്ട് നിർമ്മിതമാണ് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും ഈ പറയുന്ന ആറ്റങ്ങളൊക്കെ തന്നെയും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റം പോലെ അല്ല വേറെ മൂലകത്തിൻ്റെ ആറ്റം ഇരിക്കുക. ഫോർ എക്സാമ്പിൾ സ്വർണത്തിൻ്റെ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കുറച്ച് സ്വഭാവങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ ആറ്റം പോലെ അല്ല ഹൈഡ്രജൻ്റെ ആറ്റം ഇരിക്കുക, അതുപോലെയല്ല കാർബണിൻ്റെ ആറ്റം ഇരിക്കുക. ഇനി സ്വർണത്തിൻ്റെ ഒരു കഷ്ണം സ്വർണ്ണം നമ്മൾ എടുത്തിട്ട് അത് മുകളിൽ നിന്ന് നമ്മളൊരു ആറ്റം എടുത്താലും താഴെ നിന്ന് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും അതിൻ്റെ സ്വഭാവങ്ങൾ, ആറ്റങ്ങളുടെ സ്വഭാവങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഇതിനൊക്കെ തന്നെയും എന്തായിരിക്കും, ഈ തീ പിടിച്ച വിലയുള്ള ഈ സ്വർണത്തിന് എന്തൊക്കെ പ്രോപ്പർട്ടി കൊണ്ടാണ് വില വന്നത്? അതിന് മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഓർണമെൻ്റൽ പർപ്പസ് ഉണ്ട്, മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലേ. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും ഏത് ഭാഗത്തു നിന്നുള്ള സ്വർണത്തിൻ്റെ ആറ്റം എടുത്താലും അതിനുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രത്യേകത. ഇനി ഓരോ ആറ്റങ്ങളും വ്യത്യസ്തമാണ് മൂലകങ്ങളുടേത് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആറ്റങ്ങളുടെ വലുപ്പത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ആറ്റം എന്ന് പറയുന്നത് ഏകദേശം സ്പിരിക്കലായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എന്നായിരുന്നു ആദ്യകാലത്തെ വിശ്വാസം. പിന്നെ ഈ ആറ്റം ഈ നടുക്ക് ന്യൂക്ലിയസ് ഇരിക്കുന്നു എന്ന് കണ്ടെത്തി. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് കറങ്ങാനുള്ള ഡെഫിനിറ്റ് പാതയുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ കണ്ടെത്തുന്നത് ഷ്രോഡിങ്ങറുടെയും അതേപോലെ തന്നെ ഹീസൻബർഗിൻ്റെയും ഒക്കെ തിയറികളിലൂടെ നമ്മൾ കണ്ടെത്തും ഈ പറയുന്ന പോലെ ഇലക്ട്രോണുകൾക്ക് ചുറ്റും സഞ്ചരിക്കാൻ ഡെഫിനിറ്റായിട്ടൊരു പാത ഇല്ല കേട്ടോ. നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഇതിൻ്റെ ചുറ്റുപാടും ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റും, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഈ പറയുന്ന ഇലക്ട്രോൺ ഇരിക്കാൻ സാധ്യതയുള്ള മേഖല, ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന സാധ്യത വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ആറ്റത്തിൻ്റെ ആരം, ആറ്റത്തിൻ്റെ വലിപ്പം നമ്മൾ കണക്കാക്കുക? അപ്പോഴാണ് ആറ്റോമിക ആരം കണക്കാക്കാനുള്ള നമ്മുടെ ആ ഒരു ഐഡിയ വരുന്നത്. ആറ്റത്തിൻ്റെ വലിപ്പം കൃത്യമായ അതിർവരമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് അളക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആകെ ഇരിക്കുന്നുണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്തുണ്ട് എന്നറിയാവുന്ന ആൾ ന്യൂക്ലിയസേ ഉള്ളൂ അല്ലേ. അപ്പോൾ അടുത്തടുത്ത രണ്ട് ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പാത അതിൻ്റെ ചുറ്റുമില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് ഇതായി ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇപ്പുറത്തൊരു ന്യൂക്ലിയസ് ഇരിക്കുന്നു, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇതിൻ്റെ ചുറ്റും എവിടെയൊക്കെയോ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത മാത്രമാണ് നമുക്ക് ഉള്ളത്. ഇങ്ങനെ പി ആണെന്നുണ്ടെങ്കിൽ പി ഓർബിറ്റലിനകത്ത് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ദൂരം നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ദൂരത്തിൻ്റെ പകുതി നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് റേഡിയസ് നമുക്ക് കിട്ടും, ആറ്റോമിക ആരം നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആരങ്ങളുണ്ട്. അവയിലൊന്ന് കോവാലൻ്റ് ആരം അല്ലെങ്കിൽ കോവാലൻ്റ് റേഡിയസ് ആണ്. അത് കഴിഞ്ഞാൽ മെറ്റാലിക് ആരം അഥവാ മെറ്റാലിക് റേഡിയസ് ആണ്. പിന്നെന്താണ്? വാണ്ടർവാൾസ് ആരം അല്ലെങ്കിൽ വാണ്ടർവാൾസ് റേഡിയസ്. ഇത്തരത്തിൽ 3 തരത്തിലുള്ള ആരങ്ങളാണ് ആറ്റത്തിന് പൊതുവേ കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പം ഇതിൽ തന്നെ വാണ്ടർവാൾസ് ആരം എന്ന് പറയുന്നത് വാണ്ടർവാൾ ഫോഴ്സ് കാരണം ബന്ധിപ്പിച്ചിട്ടുള്ള 2 ആറ്റങ്ങൾ
തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് പകുതി എടുക്കുമ്പോൾ വാൻഡർവാൾസ് ആരം കിട്ടും. അതേപോലെ തന്നെ മെറ്റാലിക് ബോണ്ടിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് പകുതി എടുക്കുമ്പോൾ മെറ്റാലിക് ആരം, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിച്ചിട്ട് പകുതി എടുത്താൽ കോവാലന്റ് ആരം. ഈ രീതിയിലാണ് ഇരിക്കുക. ഇത്തരത്തിൽ ആറ്റങ്ങളുടെ ആരങ്ങൾ മാറി മാറി വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണ് അതിലുള്ള ഒരു ക്രമാവർത്തനം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ ഇരിപ്പുണ്ട്. ഹൈഡ്രജനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഹീലിയം എന്ന് പറയുമ്പോൾ 2, ലിഥിയം ബെറിലിയം എന്ന് പറയുമ്പോൾ 3, 4, 5 അങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ആറ്റങ്ങളുടെയൊക്കെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം സെയിം ആയതുകൊണ്ട് എത്രയാണോ ആറ്റോമിക് നമ്പറിൻ്റെ എണ്ണമാണ് പ്രോട്ടോണിൻ്റെ നമ്പർ. പ്രോട്ടോണും ഇലക്ട്രോണും ഒരേ നമ്പറാണ്, അതുകൊണ്ട് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ആറ്റോമിക് നമ്പറിൻ്റെ എണ്ണം തന്നെ ആയിരിക്കും ഈ കെമിക്കൽ റിയാക്ഷനിലൊന്നും ഏർപ്പെടാത്ത ആറ്റങ്ങളുടെ ഇലക്ട്രോണിൻ്റെ എണ്ണവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആറ്റോമിക് നമ്പർ ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ നമ്പർ ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ നമ്പർ കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവരുടെ വലിപ്പങ്ങൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം നമുക്ക് ഹൈഡ്രജനെ എടുക്കാം. ഹൈഡ്രജൻ്റെ ഒരു ന്യൂക്ലിയസ് നമ്മൾ കൊടുത്തു. ഇതിൻ്റെ ചുറ്റുപാടും ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ, അകത്ത് ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ. ഹീലിയത്തിനെ നമ്മൾ എടുക്കുകയാണ്. ഹീലിയത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത് 2 പ്രോട്ടോണാണ് അകത്തുള്ളത്. അതിൻ്റെ ചുറ്റുപാടും 2 ഇലക്ട്രോണുകൾ ഇതായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലിഥിയത്തിലേക്ക് നമ്മൾ കടന്നു. ലിഥിയത്തിലേക്ക് വരുന്ന സമയത്ത് അകത്ത് എന്താ ഉള്ളത്? ലിഥിയത്തിനകത്ത് 3 പ്രോട്ടോൺ ഉണ്ട്. ഇതിന് ചുറ്റും 3 ഇലക്ട്രോണുകൾ സഞ്ചരിക്കണം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ മാക്സിമം കൊള്ളൂ. ബാക്കിയുള്ള ഒരാളെ അടുത്ത ഷെല്ലിലേക്ക് നമ്മൾ വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ബെറിലിയം വന്നു. ബെറിലിയം വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുക? ഇവിടെ അകത്ത് 4 പ്രോട്ടോൺ. അകത്ത് ഇതാ ഈ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഇങ്ങനെ നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫില്ലായി പോകുന്നത്. ഇനി നമ്മൾ സോഡിയത്തിനെയും കൂടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം 11 സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ സോഡിയത്തിനകത്ത് 11 പ്രോട്ടോൺ ഉണ്ട്. അതിനെ ചുറ്റി 11 ഇലക്ട്രോണുകൾ സഞ്ചരിക്കണം. ആദ്യത്തെ ഷെല്ലിൽ ഇതാ 2 ഇലക്ട്രോൺ നമ്മൾ വരച്ചു. അടുത്തതിനകത്ത് നമുക്ക് 8 എണ്ണം വരയ്ക്കാം. 1, 2, 3, 4 എണ്ണമായി, 6 എണ്ണമായി, 8 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷെല്ലും കൂടെ കൊടുത്തിട്ട് അടുത്തതിൽ വരച്ചു. ഇത് ക്ലിയർ ആയല്ലോ. ഈ രീതിയിലാണ് ആറ്റങ്ങളുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത് ബോർ മോഡൽ പ്രകാരം എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഈ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന മേഖല മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് ബോർ മോഡൽ വെച്ച് ആലോചിച്ച് നോക്കാം. ഇത്തരത്തിലാണ് ഷെല്ലുകൾ ഇൻക്രീസ് ആവുന്നതും ഇത്തരത്തിലാണ് വലിപ്പം കൂടുന്നതും. അപ്പോൾ നമുക്കറിയാം ഈ ഹൈഡ്രജനെക്കാട്ടിലും കൂടുതൽ ഷെല്ലുകൾ ലിഥിയത്തിന് വന്നു. ലിഥിയത്തിൻ്റെ വലിപ്പം കൂടി. അതിനെക്കാട്ടി ഷെല്ലുകൾ കൂടുതൽ വന്നു സോഡിയത്തിന്. ഇത് കണ്ടില്ലേ? അപ്പോൾ സോഡിയത്തിന് വലിപ്പം കൂടി. വീണ്ടും പൊട്ടാഷ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഷെല്ലൂടെ വരും അല്ലേ, 19. അപ്പോൾ കുറച്ചുകൂടെ വന്നു. അത് ഇനി റുബീഡിയത്തിലേക്ക് വരുന്നു. ഇങ്ങനെ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗ്രൂപ്പുകളിൽ താഴേക്ക് വരും തോറും, ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ക്ലിയർ ആയല്ലോ? അതാണ്. അപ്പോൾ ഗ്രൂപ്പുകളിലെ ക്രമാവർത്തനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു പിരീഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ പറയുന്ന ലിഥിയം എന്ന് പറയുന്ന ഈ ആറ്റം അടങ്ങിയിട്ടുള്ള ഈ ഒരു പിരീഡ്, രണ്ടാമത്തെ പിരീഡ് നമുക്ക് എടുക്കാം എളുപ്പത്തിന്. അപ്പോൾ ലിഥിയത്തിൻ്റെ ആറ്റം നമ്മൾ വരയ്ക്കുവാണേ. ലിഥിയത്തിനകത്ത് 3 പ്രോട്ടോൺ ഉണ്ട്. ചുറ്റുപാടും നമ്മളിതാ 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിച്ചു. ഇവിടെ ഒരെണ്ണത്തിനെയും കൂടെ കൊടുത്തു. അടുത്തത് ബെറിലിയം ഇരിപ്പുണ്ട്. 4 പ്രോട്ടോണിനെ ഇവിടെ കൊടുത്ത ശേഷം 4 ഇലക്ട്രോണുകളെ നമുക്ക് വെക്കണ്ടേ. അപ്പോൾ ഇതാ ഇവിടെ 2 എണ്ണം കൊടുത്തു. അതിൻ്റെ ചുറ്റുപാടും അടുത്ത് 2 എണ്ണം കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ. 4 പ്രോട്ടോണിനെ വെച്ചു. ഇനി നമുക്ക് ബോറോണിനെ എടുക്കാം. ബോറോൺ എന്ന് വരുമ്പോഴത്തേക്കിനും 5 ആറ്റോമിക് നമ്പർ. അകത്ത് 5 പ്രോട്ടോണെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? അടുത്തതാ 2 ഇലക്ട്രോണുകൾ ഇതിൽ കൊള്ളിച്ചു. അടുത്തൊരു ഷെല്ല് നമ്മൾ വരച്ചു. അതിനകത്ത് ബാക്കിയുള്ള 3 എണ്ണത്തിനെ നമ്മൾ ഉൾക്കൊള്ളിച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ 2 ഷെല്ലായിരുന്നു, അതേപോലെ തന്നെ അപ്പുറത്തും ഷെല്ലുകളുടെ എണ്ണത്തിന് വ്യത്യാസമില്ല. പക്ഷേ ഒരാൾ മാറുന്നുണ്ട്. അയാളാണ് ന്യൂക്ലിയർ ചാർജ്, അകത്തിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ ചാർജ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ അകത്തിരിക്കുന്ന ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ചുറ്റും കറങ്ങുന്ന ഷെല്ലുകളിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും കൂടെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുകയാണ്. അപ്പോൾ അകത്തിരിക്കുന്ന ഈ ന്യൂക്ലിയർ ചാർജ് ചുറ്റുമുള്ള ഷെല്ലുകളെ ആകർഷിച്ച് വലിച്ച് അടുത്തേക്ക് പിടിക്കും. ഇവിടെ 3 പ്രോട്ടോൺ നിന്ന് 2 ഷെല്ലിനെ വലിക്കുക. ഇവിടെ 4 പ്രോട്ടോണുകൾ നിന്നുകൊണ്ട് സെയിം 2 ഷെല്ലിനെ തന്നെ വലിക്കുകയാണ്. ഇവിടെ 5 പ്രോട്ടോണുകൾ നിന്നുകൊണ്ട് വീണ്ടും 2 ഷെല്ലുകളെ വലിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ
ഇലക്ട്രോണിൻ്റെ ചാർജും പ്രോട്ടോണിൻ്റെ ചാർജും കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷെല്ലുകളെ വലിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഷെല്ലുകളുടെ എണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കൂടി വരുന്നില്ല. ഒരേ നമ്പർ ഓഫ് ഷെല്ലാണ്. ഒരു പീരീഡിൻ്റെ നമ്പർ അതിൻ്റെ ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പീരീഡിലുള്ള ആളുകൾക്കൊക്കെ 2 ഷെല്ലായിരിക്കും ഉണ്ടാവുക, മൂന്നാമത്തേലുള്ളവർക്ക് 3 ഷെല്ലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അറ്റത്തേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. ഈ 3 പേര് നിന്ന് 2 പേരെ വലിക്കുമ്പോൾ ഉണ്ടാവുന്നതിനെക്കാട്ടിലും അടുത്തേക്ക് 5 പേര് നിന്ന് 2 പേരെ വലിക്കുമ്പോൾ അവരിങ്ങനെ വരും. അപ്പം എന്താ സംഭവിക്കുക? ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോൾ, ഇടത് നിന്നും വലത്തേക്ക് പീരിയോഡിക് ടേബിളിൽ സഞ്ചരിക്കുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അതാണ് ഈ വലിപ്പത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ കൂടി വരുന്നു, പീരീഡിൽ വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും കുറഞ്ഞും വരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റോമിക് ആരം കൂടുന്നു, പുതിയ ഷെല്ലുകൾ ചേർക്കപ്പെടുന്നത് കൊണ്ട്. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പോൾ ഫലപ്രദമായ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു കൺസെപ്റ്റ് സംയോജകതയാണ്, അല്ലെങ്കിൽ വാലൻസിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും സ്ഥിരത കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. ആറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം രാസബന്ധനത്തിൽ അവർ ഏർപ്പെടുന്നതൊക്കെ തന്നെയും എന്തിനാണ്? സ്ഥിരത കൈവരിക്കാനാണ്. വളരെ ബേസിക് ആയിട്ട് സ്ഥിരതയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ആറ്റങ്ങൾ അവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളാൻ പറ്റുമോ അത്രയും ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഹീലിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഹീലിയത്തിൻ്റെ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഒരു ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ആ 2 ഇലക്ട്രോണും ഹീലിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹീലിയം ഉത്കൃഷ്ട മൂലകം എന്ന് പറയുന്ന നോബിൾ എലമെൻസിൻ്റെ കൂട്ടത്തിൽ പോയതും അധികം റിയാക്ട് ചെയ്യാതെ ഇരിക്കുന്നതും. അപ്പോൾ മറ്റ് മൂലകങ്ങളുമായിട്ട് ആറ്റങ്ങൾക്ക് ചേരാനുള്ള കഴിവാണ് അതിൻ്റെ സംയോജകത. ഇവർക്ക് സ്ഥിരത കൈവരിക്കാൻ എത്ര ഇലക്ട്രോണുകൾ വാങ്ങണം അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് നമ്പറിന് തുല്യമോ അല്ലെങ്കിൽ 18 ഗ്രൂപ്പ് നമ്പർ എന്നോ ആയിരിക്കും. അതായത് 18ാമത്തെ ഗ്രൂപ്പിലിരിക്കുന്ന ആളുകളിൽ 18ാമത്തെ ഗ്രൂപ്പിലിരിക്കുന്ന ഇലമെൻറ്റുകൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളുകളാണ്. അവരെ പോലെയുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തിക്കാനാണ് ഈ പറയുന്ന ആറ്റങ്ങളൊക്കെ തന്നെയും ശ്രമിക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഓക്സീകരണാവസ്ഥയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം 9 അതിൻ്റെ ആറ്റോമിക് നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് 2, 7 എന്ന് എഴുതാം. ഇനി ഒരു ഇലക്ട്രോൺ കൂടെ മേടിച്ച അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി അല്ലേ. ഒരു ഇലക്ട്രോൺ കൂടെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഫ്ലൂറിന് എന്താവും? നെഗറ്റീവ് ചാർജ് ആവും. അതായത് 9 പ്രോട്ടോണുകളും 9 ഇലക്ട്രോണും ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോൺ കൂടെ വാങ്ങുമ്പോഴത്തേക്കും 10 ഇലക്ട്രോണായി -1 എന്ന ചാർജിലേക്ക് ഫ്ലൂറിൻ വരും. ശരിയല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോൺ വാങ്ങിക്കണം. ഫ്ലൂറിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 1 ഫ്ലൂറിൻ്റെ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? -1 ആണ്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ ലോഹങ്ങളുമായിട്ടും ലോഹങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അലോഹങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണുകളെ വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. ഈ ഫ്ലൂറിൻ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ -1, അലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ +1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി DF ബ്ലോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്ന ആളുകളാണ്. അവരുടെ ലാസ്റ്റിലുള്ള 2 ഷെല്ലുകൾ, ഇപ്പോൾ D എന്ന് പറയുന്ന ഷെല്ലും അതേപോലെ തന്നെ അതിൻ്റെ മുൻപ് കിടക്കുന്ന S എന്ന് പറയുന്ന ആ ഒരു സബ് ഓർബിറ്റിലും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഓർബിറ്റിലും എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള റിയാക്ഷനുകളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ ഓരോ സമയത്തും കാണിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആറ്റോമിക് ആരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് അയോണിക് റേഡിയസ് എന്നൊരു സംഭവം പഠിച്ചു അല്ലേ. അപ്പോൾ എന്താ നോക്കാം. ഒരു അയോണിൻ്റെ വലിപ്പമാണ് അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. എന്താണ് അയോണ്? സാധാരണഗതിയിൽ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ് എന്ന് പറഞ്ഞു. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ കാണുമെന്ന് പറഞ്ഞു. ഒരു അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രോണിനെ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അയോണുകൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാറ്റയോൺ എന്ന് പറയുമ്പോൾ മാതൃ ആറ്റത്തേക്കാൾ വലിപ്പം കുറവായിരിക്കും. കാരണം കാറ്റയോൺ എന്ന് പറയുമ്പോൾ
പോസിറ്റീവ് ചാർജാണ്, ഒരു ഇലക്ട്രോണിനെ വിട്ട് നൽകിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കാറ്റയോണിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് മാതൃ ആറ്റത്തെക്കാട്ടിലും കുറവായിരിക്കും. ആനയോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? മാതൃ ആറ്റത്തെക്കാട്ടിലും വലിപ്പം കൂടുതലായിരിക്കും അല്ലേ? ഇപ്പോൾ ഫ്ലൂറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 9 പ്രോട്ടോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുപാടുമുള്ള ഷെല്ലുകളിൽ ഇനി ഒരു ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിച്ചു അല്ലേ? അപ്പോൾ അതെന്തായി? ആനയോണായി, നെഗറ്റീവ് ചാർജായിട്ട് മാറി. അപ്പോൾ ഇവിടെ 10 ഇലക്ട്രോണുകൾ വന്നു അല്ലേ? ഇതിന് തീർച്ചയായിട്ടും 9 ഇലക്ട്രോൺ ഉണ്ടായിരുന്ന മാതൃ ആറ്റത്തെക്കാട്ടിലും ഇത്തിരിയും കൂടെ വലിപ്പം കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് എന്ന് നോക്കാം. ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആരം കുറയുന്ന ആളുകളാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് നോക്കാം. ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആളുകളെയാണ് ഐസോ ഇലക്ട്രിക് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഓക്സിജനെ നമ്മൾ എടുത്തു. ഓക്സിജൻ 2- ആയിരിക്കുന്ന സമയത്ത് അതിനകത്ത് എത്ര ഇലക്ട്രോണുകൾ കാണും? 10 എണ്ണമായിരിക്കും ഉണ്ടാവുക അല്ലേ? സാധാരണഗതിയിൽ 8 ആയിരിക്കും. 2 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് 2- ആകുമ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ടാവും. ഫ്ലൂറിൻ സാധാരണഗതിയിൽ 9 ആണ്. ഒരു ഇലക്ട്രോൺ കൂടെ വാങ്ങിച്ച് മൈനസ് ആയി കഴിയുമ്പം 10 ആയി. സോഡിയം സാധാരണഗതിയിൽ 11 ആണ്. പോസിറ്റീവ് സോഡിയം എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ വിട്ട് നൽകിയിട്ട് 10. കണ്ടില്ലേ? ഇവരെല്ലാം ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആണ്. മഗ്നീഷ്യം 12 ആണ്. 2 ഇലക്ട്രോണിനെ വിട്ട് നൽകുമ്പോൾ 10 ആയി. ഇങ്ങനെയുള്ള ആളുകളെ ഐസോ ഇലക്ട്രോണിക് എന്ന് നമ്മൾ വിളിക്കും. ഗ്രൂപ്പുകളിൽ എന്താ ചെയ്യുക? കൂടുകയും പീരിയഡുകളിൽ കുറയുകയുമാണ് അയോണിക ആരത്തിനും സംഭവിക്കുക, വലിപ്പത്തിൽ ഉണ്ടാവുക. അയോണിക ഊർജം, അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വാതകാവസ്ഥയിലുള്ള ഒരു ആറ്റം അതിൻ്റെ ഏറ്റവും അയഞ്ഞ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അതായത് ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ആറ്റത്തിനെ നമുക്ക് അയോണാക്കണം. അയോണാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾ പോസിറ്റീവ് ആയില്ലേ? അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോണിനെ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നു, നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള എത്ര ചാർജാണോ അത്രയും ചാർജ് നമ്മൾ കൊടുത്തിട്ട് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വാങ്ങിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം ഊർജം കൊടുത്തോ അതാണ് അയോണീകരണ ഊർജം, അയോണാക്കാൻ കൊടുത്ത ഊർജം. ഇനി ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂറിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഒരു ഇലക്ട്രോൺ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു, ഞാനൊന്ന് സ്റ്റേബിൾ ആയേനെ എന്ന് കരുതിയിരിക്കുന്ന ആളാണ് ഫ്ലൂറിൻ അല്ലേ? 2-7 ആയിരുന്നു. ഒരു ഇലക്ട്രോണെ കൂടെ കിട്ടിയ ലാസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റായി. ഇങ്ങനെ ഇരിക്കുന്ന ഫ്ലൂറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വാങ്ങിക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാലോ ഒരുപാട് ഊർജ്ജം നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോഴേ നമുക്കൊരു ഇലക്ട്രോണിനെ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സോഡിയത്തിനെ എടുക്കാം. സോഡിയം ഈ പറയുന്ന 11 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ അത് 2-8-1 ഈ രീതിയിലിരിക്കുക. ഈ ഒരു ഇലക്ട്രോണിനെ എവിടെയെങ്കിലും ഒഴിവാക്കി ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2-8 എന്ന് പറയുന്ന സ്റ്റേബിൾ ആയേനെ എന്ന് കരുതി ഇരിക്കുക സോഡിയം. ആ സോഡിയത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രോൺ വാങ്ങിക്കാൻ ചെന്നാലോ ഇങ്ങോട്ട് ഊർജ്ജമൊന്നും വേണ്ട, ഇലക്ട്രോണിനെ ഞാൻ തരാം, ഞാൻ അത് എവിടെയാണ് കളയാമെന്ന് കരുതി ഇരിക്കുക എന്ന് പറയും സോഡിയം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഊർജ്ജം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയണീകരണ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയണീകരണ ഊർജ്ജം എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. ഇനി നേരത്തെ നമ്മൾ ആറ്റോമിക ആരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീരീഡിൻ്റെ അവസാനത്തേക്ക് ചെല്ലുമ്പോൾ ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചാർജ് ഭയങ്കര കൂടുതലാണ്. 10 പേരൊക്കെ നിന്നിട്ട് 2 ഷെല്ലിനെ വലിക്കുക. അവിടെ നിന്നും ഒരു ഇലക്ട്രോണിനെ വലിച്ച് പുറത്തെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും അല്ലേ? അപ്പോൾ പീരീഡിൻ്റെ അറ്റത്തേക്ക് അങ്ങോട്ട് ചെല്ലും തോറും അയണൈസേഷൻ എനർജി കൂടിക്കൂടി വരും. ഇനി ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന സമയത്ത് വലിപ്പം കൂടിക്കൂടി വരിക. അതിനകത്ത് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, അതേപോലെ തന്നെ ഷെല്ല് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഏറ്റവും അറ്റത്തുള്ള ഒരു ഷെല്ലിൽ നിന്നും ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടീനെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ടീച്ചർ അറിയാതെ ജനലിൽ കൂടെ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പോൾ ലാസ്റ്റ് സീറ്റിലേക്ക് വരും. ഇവിടെ എത്തുമ്പോഴത്തേക്കിനും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പുകളിൽ താഴേക്ക് അയണൈസേഷൻ എനർജി കുറഞ്ഞു വരുന്നു. ഇനി ഒരിക്കൽ ഒരു ഇലക്ട്രോണിനെ പുറത്തെടുത്തു, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അകത്തുള്ള എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഒന്നും കൂടെ കൂടി അല്ലേ? ബാക്കിയുള്ള ഇലക്ട്രോണിനെ നല്ലപോലെ വീണ്ടും വലിച്ചു പിടിക്കും. അതായത് ഒരു കുട്ടീനെ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അലേർട്ടായി, ഇനിയും പ്രശ്നമാകുമെന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ എന്താവും? 2ാം അയണീകരണ ഊർജ്ജം എന്ന് പറയുന്നത് എപ്പോഴും 1ാം അയണീകരണ ഊർജ്ജത്തെക്കാട്ടിലും കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആറ്റോമിക വലിപ്പം കൂടുന്ന സമയത്ത് അയണൈസേഷൻ എനർജി കുറയും.
പുറത്തുനിന്ന് നമുക്ക് എടുക്കാം. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴും അയണൈസേഷൻ എനർജി കൂടുതലാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് ഭയങ്കര കൂടുതലാണ്, നല്ലോണം അട്രാക്ട് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് വലിയ പാടാണ് പുറത്തെടുക്കാൻ. ഷീൽഡിംഗ് പ്രഭാവം കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുന്നു. എന്താ ഷീൽഡിംഗ് പ്രഭാവം? അതായത് ഇവിടെ ഒരു 10 പ്രോട്ടോൺ ഉണ്ട്, ചുറ്റുപാടും ദാ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇതിൻ്റെ ചുറ്റുപാടും വേറെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ അകത്തിരിക്കുന്ന ഈ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, ഇവർ നെഗറ്റീവ് ചാർജ് അല്ലേ. ഈ നെഗറ്റീവ് ചാർജുള്ള ആൾ ഈ വെളിയിലുള്ള നെഗറ്റീവ് ചാർജിനെ ഒന്ന് റിപ്പൽ ചെയ്യും ചെറുതായിട്ട്. അതിനെയാണ് ഷീൽഡിംഗ് പ്രഭാവം എന്ന് പറയുന്നത്. ഈ ഷീൽഡിംഗ് പ്രഭാവം ഭയങ്കര കൂടുതലാണെങ്കിൽ ഈ റിപ്പൽഷൻ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് വലിച്ച് പുറത്തെടുക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസമാണെങ്കിൽ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ഷെല്ലിൽ മുഴുവനായും നിറഞ്ഞതോ അല്ലെങ്കിൽ നൈട്രജനെയൊക്കെ പോലെ തന്നെ പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള ആറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള ഷെല്ലിനെ നമ്മൾ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കരമായ എനർജി കൊടുക്കണം. അവിടെയും അയണൈസേഷൻ എനർജി കൂടുതലാണ്. ഇതിലിപ്പോൾ വ്യത്യസ്തത കാണിക്കുന്നത് നൈട്രജൻ, ഓക്സിജൻ, ബെറിലിയം, ബോറോൺ ആണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നൈട്രജൻ അവസാനത്തെ ഷെല്ലിൽ കുറച്ചുകൂടെ സ്റ്റേബിളായ ഒരു കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ് പീരീഡിൽ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നൈട്രജൻ ആണ് കുറച്ചും കൂടെ അപ്പുറത്ത് വരുന്നത്. പക്ഷേ നൈട്രജൻ്റെ നിന്ന് ഒരു ഇലക്ട്രോൺ വാങ്ങാൻ ബുദ്ധിമുട്ടാവുന്നത്. സെയിം കാര്യം തന്നെയാണ് ബെറിലിയവും ബോറോണും കാണിക്കുന്നത്. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴത്തേക്കിനും കുറയുന്നു, പീരീഡിൽ വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അയണൈസേഷൻ എനർജി കൂടിക്കൂടിയും വരുന്നു. ഇനി എന്താണ് ഇലക്ട്രോൺ നേട്ട എൻതാൽഫി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ചേർക്കാനുള്ള ഊർജ്ജമാറ്റമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഇലക്ട്രോണിനെ എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഓർത്തിരിക്കുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ തുടങ്ങിയിട്ടുള്ള ഹാലോജനുകൾ അല്ലെങ്കിൽ ഓക്സിജൻ പോലെയുള്ള ആളുകൾ, ഇവർക്കൊക്കെ നമ്മൾ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇനി നമ്മൾ ഊർജ്ജം എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കൊടുക്കണോ? വേണ്ട. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഉള്ള ഇലക്ട്രോണിനെ, നമ്മൾ കൊടുക്കാൻ പോയിട്ടുള്ള ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഊർജ്ജം പുറത്തേക്ക് കളഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കും അവർ. അപ്പോൾ അവർക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഉത്കൃഷ്ടവാതകങ്ങൾക്കും ഗ്രൂപ്പ് 2 മൂലകങ്ങൾക്കും ഇത് പോസിറ്റീവാണ്. പോസിറ്റീവാണെന്ന് പറയുമ്പോൾ എനർജി നമ്മൾ കൊടുക്കണം അങ്ങോട്ട്, അല്ലേ? എനർജി അങ്ങോട്ട് കൊടുത്താലേ ഉത്കൃഷ്ടവാതകങ്ങളിലൊക്കെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉത്കൃഷ്ടവാതകം ഓൾറെഡി ഒക്ടെക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സുഖമായിട്ടിരിക്കുക, അപ്പോഴാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഉത്കൃഷ്ടവാതകങ്ങൾ, എനിക്ക് ഇലക്ട്രോൺ ഒന്നും ആവശ്യമില്ല, ഞാൻ വളരെ സ്റ്റേബിൾ ആണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരുപാട് എനർജി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ഇലക്ട്രോണിനെ നമ്മൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കണം. അപ്പോൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോൺ നേട്ട എൻതാൽഫി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറുന്നു. ഹാലോജനുകൾക്ക് ഉയർന്ന നെഗറ്റീവ് മൂല്യമാണുള്ളത്. ഹാലോജനുകൾ ഒരു ഇലക്ട്രോൺ വാങ്ങിക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിനെ സുഖമായിട്ട് സ്വീകരിച്ചിട്ട് നിൽക്കും. എന്നിട്ട് ആ ഉള്ള എനർജിയും കൂടെ, അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ എനർജിയും കൂടെ പുറത്ത് വിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും ഹാലോജൻ. അപ്പോൾ അവർക്ക് നെഗറ്റീവ് മൂല്യമാണ്. ആറ്റോമിക വലിപ്പം കൂടുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മൂല്യം കുറഞ്ഞാണ് വരുന്നത്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് മൂല്യം കൂടിയുമാണ് വരുന്നത്. ഇവിടെ വ്യത്യസ്തത കാണിക്കുന്നത് ക്ലോറിനും അതേപോലെ സൾഫറുമാണ്. ക്ലോറിന് ഫ്ലൂറിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോൺ നേട്ട എൻതാൽഫി ഉണ്ട്. സൾഫറിന് ഓക്സിജനെക്കാട്ടിലും കൂടുതൽ മൂല്യമുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഷീൽഡിംഗ് പ്രഭാവമാണ്. ഇലക്ട്രോണുകൾക്ക് മറ്റ് ഇലക്ട്രോണുകളോടുള്ള, തൊട്ടപ്പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണിനോടുള്ള വികർഷണം കാരണമാണ് ഈ ഒരു അപവാദം സംഭവിക്കുന്നത്. ഇതിലുണ്ടാവുന്ന ക്രമാവർത്തന പ്രവണത എന്താണ്? ഗ്രൂപ്പുകളിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ നേട്ട എൻതാൽഫി കുറഞ്ഞു വരുന്നു. പീരിയഡുകളിൽ വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഇലക്ട്രോൺ നേട്ട എൻതാൽഫി എന്ന് പറയുന്നത് കൂടിയുമാണ് വരുന്നത്. അങ്ങനെ കൂടി വന്നിട്ട് എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റിലുള്ള ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഉത്കൃഷ്ടവാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ നേട്ട എൻതാൽഫി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽഫിയും അയണൈസേഷൻ എൻതാൽഫിയും പരസ്പരം മാറിപ്പോകുന്ന ഒരു കൺസെപ്റ്റാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസബന്ധനത്തിൽ പങ്കുവച്ച ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ക്ലോറിനും കൂടെ ഒരു രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ക്ലോറിൻ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഉള്ള ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് നിൽക്കുകയാണ്. ഈ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിനെ ക്ലോറിന് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായതുകൊണ്ട് ക്ലോറിൻ ചെറിയ രീതിയിലൊന്ന് അങ്ങോട്ട് വലിച്ചു പിടിക്കും. അപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടും. ഈ പറയുന്ന ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയത് കൊണ്ട് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജനും കിട്ടും.
ഇതിനെ ഡെൽറ്റ നെഗറ്റീവ് എന്നും ഡെൽറ്റ പോസിറ്റീവ് എന്നും വിളിക്കുന്നു. ഈ ഒരു കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, ഹൈഡ്രജന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുമാണ്. പോളിംഗ് സ്കെയില്, അതേപോലെ മുള്ളിക്കൻ സ്കെയില്, ആൽറെഡ് റോഷോ സ്കെയില് തുടങ്ങിയിട്ടുള്ള സ്കെയിലുകളൊക്കെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ഇവയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോളിംഗ് സ്കെയിലാണ്. ഇതിൽ ഫ്ലൂറിന് ഏറ്റവും ഉയർന്ന മൂല്യമായിട്ടുള്ള 4 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണിക്കുന്ന ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകമാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഇതും ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞിട്ടും പീരിയഡിൽ വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുക, ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വന്നു അല്ലേ. അപ്പം എന്താ സംഭവിക്കുക, ഇത് കൂടിയുമാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനിയുള്ളത് വികരണ ബന്ധം അഥവാ ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്. രണ്ടാമത്തെ പീരീഡുള്ള ചില മൂലകങ്ങൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിലുള്ള തൊട്ടടുത്ത പീരീഡിലുള്ള മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ തുടങ്ങിയവയുമായിട്ട് കുറേയധികം സ്വഭാവങ്ങളിൽ സാമ്യം കാണിക്കുന്നു. ഈ ഒരു സ്വഭാവത്തെയാണ് വികരണ ബന്ധം അഥവാ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലിഥിയം മഗ്നീഷ്യത്തോട്, ബെറിലിയം അലുമിനിയത്തോട്, ബോറോൺ സിലിക്കനോട്, കാർബൺ ഫോസ്ഫറസിനോട്. ഇതിനെയാണ് വികരണ ബന്ധം അഥവാ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഏകദേശം തുല്യമായിട്ടുള്ള അയണീകരണ ആരവും ചാർജും തമ്മിലുള്ള അനുപാതം കാണിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് രാസപ്രവർത്തന ക്ഷമതയാണ്. ഗ്രൂപ്പുകളിൽ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ആറ്റങ്ങളുടെ വലിപ്പം കൂടിയാണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. പീരിയഡുകളിൽ വലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞുമാണ് വരുന്നത് എന്ന് പറഞ്ഞു. ലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ പൊതുവെ വിട്ടു നൽകി പോസിറ്റീവായിട്ട് നിൽക്കാനുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകളാണ് പൊതുവേ ലോഹങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ താഴേക്ക് വലിപ്പം കൂടി വരുമ്പോൾ അവിടെ നിന്നും ഇലക്ട്രോണുകളെ വിട്ടു നൽകാനുള്ള പ്രവണതയായിരിക്കും അവർ കൂടുതൽ കാണിക്കുക. അപ്പോൾ ഗ്രൂപ്പുകളിൽ താഴേക്ക് വരുമ്പോൾ എപ്പോഴും ലോഹ സ്വഭാവം കൂടുന്നു, പീരിയഡുകളിൽ വലത്തേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറഞ്ഞും വരുന്നു. അലോഹ സ്വഭാവം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, ഗ്രൂപ്പുകളിൽ താഴേക്ക് കുറയുന്നു, പീരിയഡിൽ വലത്തേക്ക് കൂടിയും വരുന്നു. ഇനി ഓക്സൈഡുകളെ കുറിച്ച് പറയുമ്പോൾ ലോഹ ഓക്സൈഡുകൾ എന്ന് പറയുന്നത് ക്ഷാര സ്വഭാവം, ബേസിക് നേച്ചർ കാണിക്കുന്നവയാണ്. അലോഹ ഓക്സൈഡുകൾ പൊതുവെ അമ്ല സ്വഭാവം അഥവാ അസിഡിക് നേച്ചർ കാണിക്കുന്നവയാണ്. ആംഫോട്ടറിക് ഓക്സൈഡുകൾ അമ്ല ക്ഷാര സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ്, അലുമിനിയം ഓക്സൈഡൊക്കെ പോലെ. അതേപോലെ തന്നെ ന്യൂട്രൽ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവർക്ക് എന്താ പറയുക, ഈ പറയുന്ന ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ലത്തിൻ്റെ സ്വഭാവമോ ക്ഷാരത്തിൻ്റെ സ്വഭാവമോ ഒന്നും തന്നെ കാണിക്കാത്തവരെയാണ് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് പോലെയുള്ള ആളുകളൊക്കെ തന്നെയും. ക്ലിയർ ആയല്ലോ. ഇതുകൂടാതെ ഹൈഡ്രൈഡുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് 1, 2 തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളിലും അയോണിക സ്വഭാവമാണ് ഹൈഡ്രൈഡുകൾ കാണിക്കുക. അതായത് അയണിക് ബോണ്ടുള്ള ഹൈഡ്രൈഡുകളായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പ് 13 മുതൽ 17 വരെ കോവാലന്റ് ബോണ്ടിങ്ങിലുള്ള ഹൈഡ്രൈഡുകളായിരിക്കും ഉണ്ടാവുക. ലോഹങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ താഴേക്ക് വരുമ്പോൾ പ്രവർത്തനക്ഷമത കൂടി വരുന്നു. അലോഹങ്ങൾക്ക് പ്രവർത്തനക്ഷമത ഗ്രൂപ്പുകളിൽ താഴേക്ക് വരുമ്പോൾ കുറഞ്ഞുമാണ് വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏകദേശം ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നുന്ന പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. അപ്പോൾ ഏകദേശം ഞാൻ എക്സാമ്പിളൊക്കെ വെച്ച് തന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോരോ ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തോന്നും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രിയിൽ പൊതുവേ നമ്മളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നും വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.